ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത്. ഒരു മീൻ ഫ്രൈയുടെ വീഡിയോ ആണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻ ഫ്രൈ ആണ്. നങ്കം അല്ലെങ്കിൽ മാന്തര എന്നറിയപ്പെടുന്ന മീനാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്യാം. അതിന് എന്തൊക്കെ മസാല ചേർക്കണം എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നേരെ എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ചെറിയ നങ്കെല്ലാം തോരൻ വെച്ചിട്ട് വലിയ 4 നങ്ക ഇതുവരെ വറക്കാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം. വെട്ടിയെല്ലാം ക്ലീൻ ചെയ്താണ് ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. നല്ല ക്രിപ്സി പോലെ ഇരിക്കും ഇത് ഫ്രൈ ചെയ്തെടുത്താൽ. ഒരുപാട് മാംസമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു വരും. നേരത്തെ ഞാൻ നങ്കമീൻ തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതും അതുപോലെ തന്നെ തോരൻ വയ്ക്കുന്നതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നാലെണ്ണം ഞാൻ വരഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകിയെടുക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് പെരുംജീരകപ്പൊടി, കുറച്ച് മുളക് പൊടി. സാധാരണ മീൻ ചേർക്കുന്ന പോലെ ഒരുപാട് പൊടികളൊന്നും വേണ്ട, ഇതിന് മാംസം കുറവില്ല. അതുകൊണ്ട് ഉപ്പും വളരെ കുറച്ച് മതി കേട്ടോ. ഉപ്പൊന്നും പിടിച്ചെടുക്കാനുള്ള മാംസം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാല എല്ലാം നല്ലപോലെ വരട്ടിയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി. ഈ ചൂടായ ഓയിലിനകത്തോട്ട് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി വരും. ഇത്തിരി നിന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരു ലോ ആൻഡ് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്കൊന്ന് ഒരു സൈഡ് നല്ലോണം മുരിച്ചെടുക്കാം. നമ്മുടെ നങ്കയുടെ ഒരു സൈഡിലൂടെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് തിരിച്ചിടാം. മാംസം ഇല്ലാത്തതുകൊണ്ട് പൊടിയുമോയെന്നറിയത്തില്ല. വലിയ കുഴപ്പമില്ലാതെ തിരിച്ചിടാൻ പറ്റും. പിച്ചി തിന്നാനുള്ള മീനൊന്നും ഇല്ല, എന്നാലും നല്ലപോലെ മുരിഞ്ഞ കറുമുറാന്ന് പിള്ളേർ കഴിക്കാൻ പറ്റും. ചിപ്സൊക്കെ കഴിക്കുന്ന ഒരു രീതിക്ക് കഴിക്കാൻ പറ്റും. മുള്ളൊന്നും കളയേണ്ട ആവശ്യമില്ല. ഈ അപ്പുറത്തെ സൈഡിലൂടെ നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ. വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് മസാല വേണ്ട, ഒരുപാട് ടൈം വേണ്ട. വളരെ പെട്ടെന്ന് നമ്മുടെ മീനിൻ്റെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ പാനിൻ്റെ ചൂട് ചെയ്യുന്ന ഇത്തിരൂടെ അങ്ങ് മൂത്തോളും കേട്ടോ. ചെറിയ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ നങ്കമീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് താമസമൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. കൂടെയുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ ഹൈപ്പ് എന്നൊരു ഓപ്ഷനോടെ വന്നിട്ടുണ്ട്. എല്ലാവരും അതുകൂടെ ഒന്ന് ക്ലിക്ക് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക് യു.